അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020ലാണ് നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ പ്രൊജക്റ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ ആ സമയം യൂട്യൂബിൽ നോക്കിയായിരുന്നു ഇതിനെക്കുറിച്ച്. അങ്ങനെ നമ്മൾ കോൺസെപ്റ്റോ എന്നുള്ള ഇതിന് അവർ ചെയ്ത പ്രൊജക്റ്റ് യൂട്യൂബിൽ കാണുകയും പിന്നെ ഗൂഗിളിൽ അവർ സെർച്ച് ചെയ്ത് അങ്ങനെ അവർ ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് മിസ്റ്റർ വാസിഫ് ടീമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ സൈഡിലുള്ള ഇൻപുട്ട് തന്നെ വളരെ മിനിമം ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും വളരെ നല്ല രീതിയിലാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ റിസൾട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ചേഞ്ചസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല ഈ പ്രൊജക്റ്റിൽ. പിന്നെ വാസിഫ് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിത് ചെയ്യുന്ന സമയത്ത് ആസ് എൻ NRI നമ്മളിപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നാട്ടിലില്ല. അപ്പോൾ നേരിട്ട് നമ്മളിവിടെ ഫുൾ ടൈം സൈറ്റിൽ വരാനൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവില്ല ആസ് എൻ NRI. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരായിട്ട് ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാസിഫിനെയും അവരുടെ ടീമിനെയൊക്കെ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. വാസിഫിനെ ദുബായിൽ വെച്ചാൽ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോഴൊക്കെ നമ്മളെ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരെ ഇതിലെനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത് ഇവിടെ ഒരു സൂപ്പർവിഷൻ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പം ഇവരാണല്ലോ ഇതിൻ്റെ കൺസൾട്ടൻസ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സൂപ്പർവിഷൻ വർക്ക് അപ്പം ഒരു 55 വിസിറ്റോ മറ്റോ അതിൻ്റെ കൂടെ വരുന്നുണ്ട് ആ പാക്കേജ്. അപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിലും നമുക്കത് വളരെ ഈസി ആയിട്ട് അവർ ആ റിപ്പോർട്ട് കാര്യങ്ങൾ അവർ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, അവർ തരുന്ന റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്കെല്ലാം വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പറയാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. സ്റ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവരെ ഇൻറ്റീരിയർ സമയത്ത് പിന്നെ നമ്മളതൊരു എനിക്ക് തോന്നുന്നു 2020ലാണ് നമ്മളിത് ആദ്യമായിട്ട് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ഫൈനലൈസേഷനൊക്കെ എനിക്ക് തോന്നുന്നു 2022 ലാസ്റ്റിലേക്കാണ് ഇപ്പോൾ. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മളെന്താണോ നമ്മുടെ ഒരു മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ അവരോട് പറയേണ്ട ആവശ്യമുണ്ട്. കൂടുതലായിട്ടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതായിട്ട് കൂടുതലാണ് നല്ല റിസൾട്ടാണ് അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം അതിൽ പിന്നെ വേറെ വലിയൊരു ചേഞ്ചസോ കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല.